നമസ്കാരം. ഓ ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 100. 100-ാം സർഗത്തിലെ 57 തുടങ്ങി 67 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത അർത്ഥമൊന്ന് നോക്കാം. സർഗം 100-ലെ 57-ാമത്തെ ശ്ലോകം. ഗൃഹീതൈവ പൃഷ്ടച്ഛ കാലേ ദൃഷ്ട്യസകാരണഃ കച്ചിന്നം മുച്യതേ ചോരോ ധനലോഭ നരർഷഭ. വ്യസനേ കച്ചിദാഢ്യസ്യ ദുർബലസ്യ ച രാഘവ അർത്ഥം വിരാഗാ പശ്യന്തി തവാമാത്യാ ബഹുശ്രുതാഃ. യാനി മിഥ്യാഭിഷസ്താനാം പശ്യന്ത്യശ്രൂണി രാഘവ താനി പുത്രപശൂൻ ഘ്നന്തി പ്രീത്യർത്ഥമനുശാസതഃ. കച്ചിത് വൃദ്ധാം ച ബാലാം ച വൈദ്യാൻ മുഖ്യാം ച രാഘവ ദാനേന മനസാ വാച ത്രിഭിരേതൈർബുഭൂഷസേ. കച്ചിത് ഗുരൂം ച വൃദ്ധാം ച താപസാൻ ദേവതാതിഥീൻ ചൈത്യാം ച സർവാൻ സിദ്ധാർത്ഥാൻ ബ്രാഹ്മണാം ച നമസ്യസി. കച്ചിദർത്ഥേന വാ ധർമ്മം അർത്ഥം ധർമ്മേണ വാ പുനഃ ഉഭൗ വാ പ്രീതിലോഭേന കാമേന ന വിബാധസേ. കച്ചിദർത്ഥം ച കാമം ച ധർമ്മം ച ജയതാം വര വിഭജ്യ കാലേ കാലജ്ഞ സർവാൻ ഭരതസേവസേ. കച്ചിദ്ദേ ബ്രാഹ്മണാ ശർമ്മ സർവേ ശസ്ത്രാർത്ഥകോവിദാഃ ആശംസന്തേ മഹപ്രജ്ഞ പൗരജാനപദൈഃ സഹ. നാസ്തിക്യമനൃതം ക്രോധം പ്രമാദം ദീർഘസൂത്രതാം അദർശനം ജ്ഞാനവതാം ആലസ്യം പഞ്ചവൃത്തിതാം. ഏകചിന്തനമർത്ഥാനാം അനർത്ഥജ്ഞൈക്ഷമന്ത്രണം നിശ്ചിതാനാമനാരംഭം മന്ത്രസ്യ പരിരേക്ഷിണം. മംഗളാദ്യപ്രയോഗം ച പ്രത്യുത്ഥാനം ച സർവതഃ കച്ചിത്വം വർജയസ്യേതാൻ രാജദോഷാം ചതുർദശഃ. സർഗം 100-ലെ 56 തുടങ്ങി 67 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് ഏകദേശമായി നോക്കാം. ശ്ലോകം 57.
ഗൃഹീതൈവ പൃഷ്ടച്ഛ കാലേ ദൃഷ്ടസകാരണഃ കച്ചിന്നം മുച്യതേ ചോരോ ധനലോഭാ നരർഷഭ. ഇപ്പോഴും ശ്രീരാമൻ ഭരതനോട് രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നും ഒരു നല്ല രാജാവാകാൻ ഏതെല്ലാം കാര്യത്തിലാണ് നിഷ്കർഷിക്കേണ്ടതെന്നുമൊക്കെ ഉപദേശിക്കപ്പെടുകയാണ്. വളരെ വലിയ ഒരു ഉപദേശം, വളരെ ദീർഘമായ ഒരു ഉപദേശമാണ് ശ്രീരാമൻ ഈ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്ലോകം 57 അർത്ഥം: യഥാകാലം പിടിക്കപ്പെട്ടവരും ചോദ്യം ചെയ്യപ്പെട്ടവരുമായവരെ അധികാരികൾ വിട്ടയക്കുക എന്നതും സംഭവിക്കാറില്ലല്ലോ. രാജ്യത്തിൽ അങ്ങനെ നടക്കാറില്ലല്ലോ. ശ്ലോകം 58. വ്യസനേ കച്ചിദാഢ്യസ്യ ദുർബലസ്യ ച രാഘവ അർത്ഥം വിരാഗാ പശ്യന്തി തവാമാത്യാ ബഹുശ്രുതാഃ. ഒരു ആഢ്യനും ദുർബലനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുമ്പോൾ, അതായത് അവകാശ തർക്കങ്ങളോ വ്യാപാര തർക്കങ്ങളോ ഉണ്ടാവുമ്പോൾ ഭവാന്റെ വിജ്ഞരായ അമാത്യന്മാർ നിഷ്പക്ഷരായി വസ്തുതകളെ കണ്ടെത്താറുണ്ടല്ലോ. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ രണ്ട് പക്ഷങ്ങൾ തമ്മിൽ ആരുടെയും പക്ഷത്ത് നിൽക്കാതെ നിഷ്പക്ഷരായി നിൽക്കുന്നതാണ് ഉത്തമം. ശ്ലോകം 59. യാനി മിഥ്യാഭിശസ്താനാം പതന്ത്യശ്രൂണി രാഘവ താനി പുത്രപശൂൻ ഘ്നന്തി പ്രീത്യർത്ഥമനുശാസതഃ. തെറ്റായി കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെട്ടവരുടെ കണ്ണുനീർ വീഴുന്നിടത്ത് സ്വഹിതം മാത്രമനുസരിച്ച് നാട് വാഴുന്നവരുടെ മക്കളെയും പശുക്കളെയും ആ കണ്ണുനീർ മുടിക്കും. ശ്ലോകം 60. കച്ചിത് വൃദ്ധാം ച ബാലാം ച വൈദ്യാൻ മുഖ്യാം ച രാഘവ ദാനേന മനസാ വാച ത്രിപുരേതൈർബുഭൂഷസേ. ശ്ലോകം 60 അർത്ഥം: വൃദ്ധർ, കുട്ടികൾ, അറിവുള്ളവർ, പ്രമുഖർ എന്നിവരെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദാനം കൊണ്ടും സന്തർപ്പണം ചെയ്യുന്നില്ലേ? ശ്ലോകം 61. കച്ചിത് ഗുരും ച വൃദ്ധാം ച താപസാൻ ദേവതാതിഥീൻ ചൈത്യാം ച സർവാൻ സിദ്ധാർത്ഥാൻ ബ്രാഹ്മണാം ച നമസ്യസി. ഗുരുജനങ്ങളെയും വൃദ്ധരെയും താപസരെയും ദേവതമാരെയും അതിഥികളെയും ചൈത്യങ്ങളെയും സിദ്ധാർത്ഥരായ എല്ലാവരെയും ബ്രാഹ്മണരെയും അവിടുന്ന് പൂജിക്കുന്നില്ലേ? ശ്ലോകം 62. കച്ചിദർത്ഥേന വാ ധർമ്മമർത്ഥം ധർമ്മേണ വാ പുനഃ ഉഭൗ വാ പ്രീതിലോഭേന കാമേന ന വിബാധസേ. അർത്ഥം കൊണ്ട് ധർമ്മത്തെയോ ധർമ്മത്താൽ അർത്ഥത്തെയോ ഭോഗാസക്തി കൊണ്ടുള്ള കാമത്താൽ അവ രണ്ടിനെയുമോ നശിപ്പിക്കുന്നില്ലല്ലോ. ശ്ലോകം 63. കച്ചിദർത്ഥം ച കാമം ച ധർമ്മം ച ജേതാം വര വിഭജ്യ കാലേ കാലജ്ഞ സർവാൻ ഭരതസേവസേ. വിജയികളിൽ ശ്രേഷ്ഠനായ ഭരത, കാലോചിതമായി പ്രവർത്തിക്കുന്നവനെ ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും അതതിൻ്റെ കാലമനുസരിച്ച് വേർതിരിച്ച് സേവിക്കുന്നില്ലേ? ശ്ലോകം 64. കച്ചിത്തേ ബ്രാഹ്മണാ ശർമ്മ സർവേ ശാസ്ത്രാർത്ഥകോവിദാഃ ആശംസന്തേ മഹാപ്രജ്ഞ പൗരജാനപദൈ സഹ. മഹാപ്രാജ്ഞ, സർവശാസ്ത്രാർത്ഥ നിപുണനായ ബ്രാഹ്മണരും നഗരവാസികളും, ഒന്നുകൂടി പറയാം, സർവശാസ്ത്രാർത്ഥ നിപുണന്മാരായ ബ്രാഹ്മണരും നഗരവാസികളും നാട്ടുകാരും ഭവാന് ധർമ്മം ആശംസിച്ചു പോരുന്നുണ്ടല്ലോ.
65, 66, 67 ശ്ലോകങ്ങൾ. നാസ്തിക്യമനൃതം ക്രോധം പ്രമാദം ദീർഘസൂത്രതാം അദർശനം ജ്ഞാനവതാം ആലസ്യം പഞ്ചവൃത്തിതാം ഏകചിന്തനമർത്ഥാനാം അനർത്ഥജ്ഞൈക്ഷമന്ത്രണം നിശ്ചിതാനാമനാരംഭം മന്ത്രസ്യ പരിരക്ഷണം മംഗളാദ്യപ്രയോഗം ച പ്രത്യുത്ഥാനം ച സർവതഃ കച്ചിത്വം വർജയസ്യേതാൻ രാജദോഷാം ചതുർദശഃ. 65, 66, 67 ശ്ലോകങ്ങളുടെ അർത്ഥം. നാസ്തിക്യം അസത്യം, ക്രോധം, പ്രമാദം അതായത് ജാഗ്രതക്കുറവ്, ദീർഘസൂത്രത, അദർശനം എന്നുള്ളതിൻ്റെ അർത്ഥം വേണ്ടത് കാണാതിരിക്കുക, ജ്ഞാനികളിൽ ഉദാസീനത, പഞ്ചവൃത്തിത പഞ്ചേന്ദ്രിയ സന്ദർപ്പണത്തിൽ മുഴുകലെന്നർത്ഥം, രാജ്യകാര്യങ്ങളിൽ ഏകചിന്തനം ഒറ്റയ്ക്കുള്ള കാര്യാലോചന, അനർത്ഥജ്ഞരുമായി കാര്യാലോചന, നിശ്ചയിച്ചു വെച്ചത് ആരംഭിക്കാതിരിക്കൽ, ആലോചനകൾ ചോർന്നു പോകത്തക്കവണ്ണം പരിരക്ഷിക്കാതിരിക്കൽ, മംഗലമായത് ചെയ്യാതെ ഇരിക്കൽ, എല്ലാറ്റിലും പ്രത്യുത്ഥാനം അതായത് വിപരീത ഭാവമെന്ന് പറയുന്നുണ്ട് ഒരർത്ഥം. ഈ 14 രാജദോഷങ്ങളെ അല്ലയോ ഭരത അങ്ങ് വർജിച്ചു പോരുന്നില്ലേ? ശ്രീരാമൻ്റെ ചോദ്യപരമ്പര ഇനിയും അവസാനിച്ചിട്ടില്ല. നമ്മൾ 67 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.